UAE സെന്റർ മാർത്തോമ യുവജന സഖ്യം ഇദംപ്രദമായി സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റിൽ ദുബായ് മാർത്തോമ യുവജന സഖ്യം ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ അബുദാബി, ദുബായ് എന്നീ യുവജന സഖ്യങ്ങൾ ഏറ്റുമുട്ടി. വാശിയേറിയ മത്സരത്തിൽ ദുബായ് ജേതാക്കളായി. ഫിജറ, ഷാർജ എന്നീ ഇടവുകളിൽ നിന്നുള്ള ടീമുകളും മത്സരത്തിൽ പങ്കുചേർന്നു. മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഗ്രിഗോറിയസ് മാർ സ്തെഫാനോസ് എപ്പിസ്കോപ്പ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. റവറൻ ഡോക്ടർ ഡാനിയൽ മാമൻ, യുവജന സംഘം സെൻട്രൽ പ്രസിഡന്റ് റവറൻ പ്രകാശ് എബ്രഹാം, റവറൻ ഐസക് മാത്യു, സെൻട്രൽ സെക്രട്ടറി മാത്യു സക്കറിയ, ട്രഷറർ ബെന്നി, ടൂർണമെന്റ് കൺവീനർ അലക്സ് ജോൺ, ദുബായ് ശാഖാ സെക്രട്ടറി അജി തോമസ്, സാജങ്ങൾ അനിൽ ജോൺ, റോയി മാത്യു, റോജി മാത്യു എന്നിവർ പ്രസംഗിച്ചു. ഒരു മിനി കോമൺവെൽത്തായിട്ട് കാണുകയാണ്. നമ്മുടെ ഈ UAEയിലുള്ള യുവജനങ്ങൾ പരസ്പരം അറിയുവാനും UAE സെന്റർ മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇദംപ്രദമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന വോളിബോൾ ടൂർണമെന്റ് ദുബായിയുടെ ആതിഥേയത്വത്തിൽ നടക്കുകയാണ്. ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ഈ സെന്റർ യുവജന സഖ്യത്തിന്റെ പ്രസിഡന്റാണ്. സെൻട്രൽ യുവജന സഖ്യത്തിന്റെ പ്രസിഡന്റ് റവറൻ പ്രകാശ് എബ്രഹാം ഈ ടീമിനോടൊപ്പം കളിക്കാനുകൂടെ മുന്നിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിനെ കുറിച്ച് ഗ്ലോറിയ ന്യൂസിനോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. UAE സെൻറ്റർ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഇദംപ്രദമായി നടത്തുന്ന വോളിബോൾ ടൂർണമെൻറ്റ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. യുവജനങ്ങളെ കായിക രംഗത്തിലൂടെ ഒരുമിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഈ കളിയിലൂടെ നാം ലക്ഷ്യമിടുന്നത്. ഈ പുതുവത്സരത്തിൻ്റെ ആരംഭത്തിൽ UAEയുടെ വിവിധ എമിറേറ്റ്സുകളിൽപ്പെട്ട ഇടവുകളിൽ നിന്ന് വന്ന യുവജനങ്ങളെ ഒരുമിച്ച് കളികളിലൂടെ ആ വലിയ സന്തോഷം പങ്കുവയ്ക്കുന്ന അനുഭവമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഈ വോളിബോൾ ടൂർണമെൻറ്റ് ഇത് ആദ്യമായിട്ടാണ് നടത്തുന്നതെങ്കിലും അതിൻ്റേതായ ആവേശം ആളുകളിലൊക്കെ കാണുന്നുണ്ട്. കേരളത്തിലെ മിക്ക കോളേജുകളിലും ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ഹരം കൊള്ളിക്കുന്നതായ
ഒരു വലിയ മത്സരവേദിയായിരുന്നു വോളിബോൾ. പ്രത്യേകിച്ച് ആ കളത്തിലിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കളിക്കാർക്കും ആവേശത്തോടെ ഉള്ള തിമിർപ്പിൽ പങ്കെടുക്കുവാൻ എതിരെയുള്ള ടീമുമായി നിന്നുകൊണ്ട് അതിശക്തമായി സ്മാഷ് ചെയ്ത് തകർന്ന് മുന്നേറുവാൻ തക്കവണ്ണം കണ്ണിനേറ്റ് ഇമ്പകരമാകുന്ന ഒരു ഗെയിമാകുന്നു വോളിബോൾ. പ്രകാരം ഒരു ഇന്റർ ചർച്ച് ഇന്റർ യൂണിവേഴ്സിറ്റിയും വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. നാം ആത്മീയമായി മാത്രമല്ല ശാരീരികമായും ദൈവത്തിൻ്റെ സൃഷ്ടിമാഹിമ്യത്തിൻ്റെ പൂർണ്ണതയിൽ വളരെ ആരോഗ്യപരമായിരിക്കുന്ന മത്സരങ്ങൾ ഏർപ്പെടുക, ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുവാനും ആ കായിക അഭ്യസത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്ത കഴിവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന ഒരു വലിയ അവസരമാണ്. അതുകൊണ്ട് ഈ ടൂർണമെൻ്റ് ഇവിടെ നടപ്പിലാക്കുമ്പോൾ എല്ലാ കാണികൾക്കും പങ്കെടുക്കുന്നവർക്കും എല്ലാ ആശംസകളും അഭിനന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ ഷാർജ ടീമാണ് നിൽക്കുന്നത്. ഷാർജ ടീം ക്യാപ്റ്റനോട് ഈ മത്സരത്തെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. ഈ മത്സരം നിങ്ങൾ എങ്ങനെയാണ് ടീമിന്റെ? ഞങ്ങൾ നല്ല കോൺഫിഡൻസോടെയാണ് കളിച്ചത്. ഞങ്ങൾ ഫസ്റ്റ് സെറ്റ് പോയിട്ടും ഞങ്ങളുടെ സപ്പോർട്ടേഴ്സും ഞങ്ങൾ ടീം സ്പിരിറ്റായിട്ട് ടീം സെറ്റായിട്ട് കളിച്ചു. ഞങ്ങളുടെ വലിയ പ്രാക്ടീസ് അധികം ഇല്ല. ഞങ്ങൾ എന്നാലും ശക്തരാണ്. രണ്ട് ശക്തമായ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ UAE സെൻറ്റർ മാർത്തോമ യുവജന സഖ്യം വിതംപ്രദമായി അരങ്ങേറുന്ന വോളിബോൾ ടൂർണമെൻറ്റ് ഇത് ആരംഭിച്ചു കഴിഞ്ഞു. അബുദാബിയും ഷാർജയും കൂടാണ് ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും യുവജന സഖ്യ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു മത്സരമാണ്. വളരെയധികം ഒരു സന്തോഷകരമായ ഒരു അനുഭവത്തിലൂടെയാണ്, പ്രത്യേകിച്ച് ഒരു 5-8 വർഷം മുൻപ് ദുബായ് ഇടവകയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടൂർണമെൻറ്റ് നടത്തപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു പ്രതീതി ഇപ്പോൾ അത് തിരിച്ചു വന്നു എന്ന് ഒരു മനസ്സിലൊരു വലിയ തോന്നൽ. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ടൂർണമെൻറ്റിനെ വരവേൽക്കുന്നത്. ഇത് അടുത്ത വർഷങ്ങളിലും UAE സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടണമെന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നു. ദുബായ്ക്ക് ഒരു നല്ലൊരു ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് നമ്മൾ ഈ വർഷം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്തിലെ ഒരു അംഗമെന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഈ ടൂർണമെൻറ്റിൽ ഒരു നല്ല വിജയം കൈവരിക്കുമെന്നുള്ള ഇങ്ങനെ ഒരു വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ സ്വാഗതം ചെയ്തത്. പ്രത്യേകിച്ച് ഫുജറായുടെ റെപ്രസെൻറ്റേറ്റീവ് മാത്യു പി സക്കറിയ സെൻട്രൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ UAE സെൻറ്ററിലെ ഏറ്റവും ചെറിയ ചർച്ചാണ് ഫുജറ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഞങ്ങളുടെ കഴിവിൽ ഞങ്ങൾ ഇതിന് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി തന്നെ ഇതിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്ത് തന്നെ കിട്ടിയാലും ഞങ്ങൾ വളരെ സന്തോഷമായിരിക്കും. ഞങ്ങൾ വന്ന ഉദ്യമം ഞങ്ങൾ സന്തോഷത്തോടെ പൂർത്തിയാക്കി തിരിച്ചു പോകും. ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് വോളിബോൾ ടൂർണമെൻറ്റ്. വരും കാലങ്ങളിൽ ഈ ടൂർണമെൻറ്റ് ഭംഗിയായി നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. ടീമോടെ ഉണ്ടായിരുന്ന ഒരു പല രീതിയിൽ നമ്മളിത് പെർഫോം ചെയ്തിട്ടുണ്ട്. ദുബായ് മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ടീം തന്നെ 15 ടീമുണ്ടായിരുന്നു. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അന്ന് തന്നെ നമ്മൾ നല്ല പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ഏകദേശം ഇതിൻ്റെ അന്ന് തന്നെ 2 പ്രാവശ്യം ഞാൻ ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദുബായ് മാർത്തോമ യുവജന സഖ്യത്തിൽ വളരെ പൊട്ടൻഷ്യലുള്ള താരങ്ങളുണ്ടെന്നുള്ളത്. ബെന്നി,
സുശീൽ, അതോടൊപ്പം തന്നെ സുജിത്ത്, അങ്ങനെ വളരെ വളരെ യു എ സെൻറ്റർ നടത്തുന്ന ഈ ഒരു സംരംഭത്തിൽ വോളിബോളിൻ്റെ ഈ ടൂർണമെൻറ്റിൽ ദുബായ് മാർത്തോമ പാരിഷിനും സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ കളിക്കാരെല്ലാം ഏറ്റവും നല്ല പ്രാക്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെയ്തു വരുന്നു. വിജയപ്രതീക്ഷയുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ വിവിധ ക്രമീകരണങ്ങൾക്ക് തോമസ് എബ്രഹാം, ജിലു കെ ജോൺ, ബെൻസൺ ഷിജു എന്നിവർ നേതൃത്വം നൽകി. റവറന്റ് ഡോക്ടർ ഡാനിയൽ മാമൻ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ഗ്ലോറിയ ന്യൂസ്, ദുബായ്.